ലോഡഡ് ഫ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കഴിച്ചു. ഹെൽത്തി ആണോ ഇതാണെന്നുള്ള ഒന്നല്ല. ഫ്രഞ്ച് ഫ്രൈസ് വേണം. ഫ്രഞ്ച് ഫ്രൈസ് വേണമെങ്കിൽ നമുക്ക് പൊട്ടാറ്റോ എടുത്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കണമൊന്നുമില്ല. അമ്മന്റെ ടാളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓയിൽ ചൂടായി ജഗൂണ് ഇളക്കണത് കേട്ടാ. ഇത് തന്നെ ആയിരിക്കും ഏറ്റവും ടേസ്റ്റ് കേട്ടാ. ഇതെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ഭംഗിയിരിക്ക് മറയ്ക്കാം. ഓ നല്ല രസമുള്ളത് കാണിക്കാനായിട്ടേ. ഞാൻ വർത്തമാനം പറയണ്ടേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ നമ്മുടെ അടുക്കളയിലാണ്. വൈകുന്നേരം 8 മണി സമയമാണ്. അപ്പോൾ സരിതയുടെ ഒരു ഫുഡുണ്ട്, മറ്റേ സലാഡുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ഒരു തവണ ഇവിടേക്ക് പോയില്ല, അമലേര അവിടേക്ക് പോയില്ല. അവിടെ പോയപ്പോൾ ഒരു സാധനം കഴിച്ചു, ലോഡഡ് ഫ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കഴിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം യൂട്യൂബിൽ അതിന്റെ റെസിപ്പി നോക്കിയപ്പോൾ ഇഷ്ടം പോലെ പേര് റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിന്റെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അത് അവിടെ കാണുന്നത്. അന്ന് ആ മെനു കൊണ്ടുവന്നപ്പോഴേ എന്തിട്ടൊക്കെയാ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മെനു നോക്കിയിട്ടൊന്നും പ്രത്യേകിച്ച് അതിലത്തൊന്നും ഒന്നും അറിയണില്ല. ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അറിയണതുണ്ട്, അല്ലാണ്ട് അറിയാത്ത സാധനങ്ങളാണ് കൂടുതൽ. അപ്പൊ കൃഷ്ണേന്ദുവിന്റെ അടുത്ത് തന്നെ പറഞ്ഞു അവിടുത്തെ ഏതാ നല്ലത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണേന്ദു തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ ഓർഡർ ചെയ്തതാണ്. കൃഷ്ണേന്ദു ആണ് ഈ ലോഡഡ് ഫ്രൈസ് ചെയ്ത്. അപ്പൊ കഴിച്ചപ്പോ കഴിക്കാനായിട്ട് അങ്ങനത്തെ സാധനം ഉണ്ടാക്കുന്നത്. ലോഡഡ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ. അപ്പൊ യൂട്യൂബിൽ ഞങ്ങൾ നോക്കിയിട്ടാട്ടാ ഇത് ചെയ്യണം. അപ്പൊ കൊറേ പേരിട്ടിട്ടുണ്ട്. കൊറേ പേര് ഇട്ടിട്ടുള്ളതും പലരും ഇട്ടാണതും പല റെസിപ്പികളാണ്. അവർക്ക് ഇഷ്ടം പോലെയാണ് മാറ്റി മറിച്ചു പോണത്. അതെ. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ നമുക്കും ചെയ്യാം. അപ്പൊ സരിതയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അതിന് വേണ്ടിട്ട് ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു 300 ഗ്രാം നോക്കി. അപ്പൊ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് വേണം. ഫ്രഞ്ച് ഫ്രൈസ് വേണമെങ്കിൽ നമുക്ക് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ ഇരിക്കണ്ടായിരുന്നു. കുറേശ്ശെ ജഗ്ഗുവിന് വറുത്ത് ജഗ്ഗു കഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ബാക്കി കുറച്ച് അതിലുണ്ട്, അത് ആക്കാൻ പോവാം. നമ്മൾ വേറെ പൊട്ടാറ്റോ എടുത്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കണമൊന്നുമില്ല. ഇംഗ്ലീഷുകാർ പറഞ്ഞേക്കാൻ നല്ല രസമല്ലേ. അപ്പൊ ഇനി ചിക്കൻ അത് ചേട്ടൻ വറക്കാണോ? ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപ്പ് ഇട്ടോ, ഇട്ടു, മുളക് പൊടി, ഇത് ഗാർലിക് പൗഡറാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂണിന്റെ അടുത്ത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് ഒറിഗാനോ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഇത് പറ്റി വയ്ക്കുക. എത്ര സമയം പറ്റി വയ്ക്കണം പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. ഇത് ഇനി വറക്കാം നമുക്ക്. വേഗം പിടിക്കും അല്ലേ? കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളല്ലേ, അത് തന്നെ പെട്ടെന്ന് പിടിക്കും. അതേ ഒരു കാര്യം ചെയ്താൽ മതി. ചേട്ടൻ മറ്റേ സാധനം വറക്കുക. അത് വറുത്ത് കഴിയണ വരെ ഇതിങ്ങനെ ഇരുന്നോട്ടെ. അത് വറുത്ത് കഴിഞ്ഞിട്ട് ആ വെളിച്ചെണ്ണയിൽ, അല്ല വെളിച്ചെണ്ണയല്ല കേട്ടാ, സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഓക്കെ, സെറ്റ്. തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വറക്കാൻ പോവാട്ടാ. ഇപ്പോൾ സാധാരണ എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ ഞായറാഴ്ചകളിലും ഇട ദിവസങ്ങളിലും ശനിയാഴ്ച വൈകുന്നേരമൊക്കെ ആളുകൾ പുറത്തേക്ക് ഫാമിലിക്ക് ആയിട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. ഞങ്ങളും പുറത്തേക്ക് പോകും, പക്ഷെ ഹോട്ടലിൽ കയറില്ല ഭക്ഷണം കഴിക്കാനായിട്ട്. ഹോട്ടലുകളിലോ പറയില്ല, എന്താ തിരക്കില്ലേ ഹോട്ടലുകളിലൊക്കെ നോക്കിയ ആൾക്കാർ എന്ന് പറയും. ഷാവോമി എന്ന് എൻ്റെ പേര് ഹാവോമിയ. അവിടെ ഒരു മറ്റേ ഈ സെന്റ് തോമസ് കോളേജിൻ്റെ വഴിയിലുള്ളത് ഒരു മറ്റേ അയ്യോ അന്ന് നമ്മള് പോയത് ചിക്കൻ നൂഡിൽസ് അല്ല നൂഡിൽസ് കൊല്ലത്തെ രംഗോത്സവത്തിന് അങ്ങോട്ട് ഒരു നാടകം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി പോയതല്ലേ കഴിഞ്ഞ ഒക്ടോബറിൽ. അപ്പൊ ഈ മറ്റേ ഹാവോമി അതില് മറ്റേ ഈ ഹക്ക നൂഡിൽസ് ആണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ കുറെ സാധനങ്ങളൊക്കെ കഴിച്ചു, സെഷ്വാൻ റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. പിന്നെ വേറൊരു സാധനമുണ്ട്, റോസ്റ്റഡ് ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്. എന്നും അതിന് മുന്നിയോടെ പോകും. അവിടെയാണെങ്കിൽ വലിയ വലിയ കാറുകളുടെ അയിരികളി അവിടെ ക്യൂ ആണ്. ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം കാത്തു കെട്ടി നിന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ ആയിട്ട്.
ആണോ? നമ്മളെ എത്ര നൂറ് കണക്കിന് പ്രാവശ്യം മുന്നോടെ പോയിട്ടുണ്ട്, ഇതുവരെയായിട്ട് അവിടെ കയറിയിട്ടില്ല. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതുവരെ കയറിയിട്ടെന്ന് പറഞ്ഞാൽ നാളെക്കേടാണ് ശരിക്കും സത്യത്തിൽ. അത് സത്യമാണത്. നമ്മുടെ ഈ അയ്യോ ചൂടായി ഓയിൽ ഒഴിക്കുന്നു കേട്ടോ. എന്തോരോ ഓയിൽ ഒഴിക്കുന്ന സത്യത ഫ്രൈസ് വറുത്ത് പോരാനുള്ള ഓയില് കുറച്ചല്ല, കുറച്ചുകൂടെ വെച്ചോ, തീരില്ലാണ്ട് വേണ്ട. ആ മതിയില്ലേ? ആ അത്ര വെച്ചാൽ മതി. അതേ നമുക്ക് കുറച്ചുള്ളത് ഇരിക്കേണ്ടി തരും, ഞാൻ കാണിച്ചു തരാം. ആ അത് ഒരു ട്രിപ്പിലേക്കുള്ള ഇത് മതി. ഇതെന്തോരം വേണം? അതാ അതിൻ്റെ തലേന് ഉരുളക്കിഴങ്ങിൻ്റെ തല. ആ തല ഞങ്ങള് തൃശ്ശൂർത്ത് ഹോട്ടലിൽ കഴിക്കുന്നത് ഭാരതിൽ കഴിക്കും, പിന്നെ ഒന്നും കഴിക്കാറില്ല. പിന്നെ കഴിക്കാൻ പോയത് ഇപ്പം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ഒരു തവണ ഇതല്ലേ എന്താ പറയുക ആ സാധനത്തിന് നമ്മൾ വല്ലപ്പോഴും വാങ്ങിക്കുന്നത് ഷവർമ്മ ആദ്യമായിട്ട് ഒരു തവണ പോയി കഴിച്ചിട്ട് ആള് പറഞ്ഞതിന് ശേഷം ഈ അൽത്താസലത്തെ ഷവർമ്മ അത് വല്ലപ്പോഴും പോയി കഴിക്കും. അതിപ്പോ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ആലോചിക്കുമ്പോ ഇടയ്ക്ക് കഴിക്കാൻ തോന്നും. അത് മാത്രമാണ് കഴിക്കുന്നത്. പിന്നെ വേറെ ഒറ്റ ഹോട്ടലിൽ പോയില്ലേ. പിന്നെ ഈ റോസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. പിന്നെ നല്ല ടേസ്റ്റ് ഉള്ളത് പോലത്തെ ഫുഡുകൾ ഉണ്ടാവായിരിക്കും. ദയവ് ചെയ്ത് ആരും കമന്റ് അതന്നെ ഇന്ന സ്ഥലത്ത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആരും കമന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി കഴിച്ചു പിന്നെ അതിന്റെ അഡിക്റ്റ് ആവും. ഞങ്ങള് ആകെപ്പാടെ ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ചിക്കൻ ആയിരുന്നു കേട്ടാ. ആദ്യം KFC ആയിരുന്നു, പിന്നെ 2 മാസം കൂടുമ്പോ 3 മാസം കൂടുമ്പോ ഒരു വട്ടമാണ് നമ്മളത് വാങ്ങിക്കാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറി ചിക്കൻ കഴിക്കാൻ തുടങ്ങി. പിന്നെ KFC ഇഷ്ടമില്ലാണ്ടായി. എന്താ പറയാ KFCയുടെ ടേസ്റ്റ് നമുക്ക് പിടിക്കാണ്ടായി. പിന്നെ ചിക്കനാണ് പിന്നെ മാസത്തിലൊരിക്കൽ കഴിച്ചു തുടങ്ങുന്നത്. അത് മാസത്തിലൊരിക്കൽ. ആ സമയത്താണ് ഒരു കമന്റ് വായനയുടെ ഇടയില് നമ്മള് ഈ ഷവർമയുടെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ കമന്റ് അപ്പൊ അങ്ങനെയാണ് ചിക്കൻകാർക്ക് ഇപ്പൊ നഷ്ടായി. മാസത്തിലൊരിക്കൽ ഞങ്ങള് വന്നോടന്ന് ആവണല്ലോ, ഓയിൽ ചൂടാണല്ലോ. കറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണോ? ആ അല്ലേ, കുഴപ്പമില്ല. ഫാൻ ഉണ്ടായി നേരിയത് മതി, വല്ലാണ്ട് കൂടിയുണ്ട്. അങ്ങനെയാണ് തൃശ്ശൂരത്തെ ഞങ്ങളുടെ ഹോട്ടലുകളുടെ ഇത് എന്താ പറയുക, നമ്മുടെ യാത്ര, ഭക്ഷണത്തെ തേടിയിട്ടുള്ള രുചി തേടിയിട്ടുള്ള യാത്ര ഞങ്ങളുടെ ഈ 2 സ്ഥാനത്തിൽ അവസാനിക്കുന്നു. അൽത്താസയിലും പിന്നെ ഭാരതിലൊക്കെ കയറിയിട്ട് നാളെ എത്രയും അറിയും. ഹോട്ടലുകളെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ സജീവനോട് ചോദിച്ചാൽ മതി. സജീവൻ പോയിട്ടല്ല, സജീവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും നമ്മള് ആള് സ്ഥിരം ഹോട്ടലിലാന്ന് വിചാരിക്കും. ഓരോ സ്ഥലത്തെയും ഹോട്ടലിൽ എന്തൊക്കെ ഫുഡ് കിട്ടും, ഓരോന്നിന് എന്താ റേറ്റ്, അവിടുത്തെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഫുഡ് എന്തിട്ട്, അതൊക്കെ ഇരുന്ന് പറയും. അത് ഈ ഫുഡ് ബ്ലോഗർമാരുടെ ഈ വ്ളോഗുകളിൽ നിന്ന് കണ്ടേ നമ്മുടെ ഓയിൽ ചൂടായി മുഴുവൻ ഒറ്റ ട്രിപ്പിലാവുമോ? ഒറ്റ ട്രിപ്പിലേക്കുള്ളതാണല്ലോ. കറക്റ്റാണ്. നമ്മൾ വീട്ടിലല്ല ഉണ്ടാക്കണത്. മറ്റുള്ള വില കടകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ നിറച്ച് ഓയിൽ വറുത്ത് പോരേണ്ടത്. ലുലുന്ന് വാങ്ങിച്ചിട്ടുള്ളതാട്ടത്. അടുത്ത കൊല്ലം ജനുവരി വരെ ഉണ്ട്, അല്ല ജനുവരി ഫെബ്രുവരി വരെ ഉണ്ട് ഒരു കാലാവധി. 223 രൂപ. എന്തോരം വെയിറ്റ് 750 ഗ്രാം. നമുക്ക് ഉണ്ടാക്കാവുന്നല്ലോ. കുറച്ചേരാണ് കേട്ടാ. ജഗുണ് ഇളക്കണത് കേട്ടാ. ചേട്ടാ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എന്നല്ലേ പറയുന്നേ? ഇതുകൊണ്ട് കോഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേണ്ട, ഇനി ഇത് മതി. കുറച്ച് സമയം പിടിക്കുന്നുണ്ടോ കോഴിക്കാൻ? അത് ഭയങ്കര കാണാനായിട്ട്. വളരെ കുറച്ചുള്ളൂ. ചിക്കൻ അധികമില്ല, ലോഡഡ് ഫ്രൈസ് ലോഡ് ചിക്കൻ. ഞാനേ സത്യമായിട്ട് വിചാരിച്ച കവറിൽ കുറെ ഇരിക്കുന്നുണ്ട് കേട്ടാ. സോറി. ലോഡ് ചിക്കൻ മാറ്റി വെച്ചിട്ടാ. ഞാൻ അടുത്തത് നമുക്ക് ചിക്കൻ വറക്കാം. ആ അടുപ്പിലാണ് വെച്ചൂടത്. അത് വെച്ചു. ചിക്കൻ വറക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു. ഇതിപ്പോ എനിക്ക് എടുത്തിട്ടുള്ളത്. അയ്യോ പ്ലീസ് ചേട്ടാ, അത് അധികം ഇല്ല, എത്രക്കും കൂടി വേണം ശരിക്കും. പറയണ്ടോ? പറഞ്ഞെങ്കിൽ അപ്പൊ വാങ്ങിച്ചോണ്ട് തന്നെ ഇത്രക്കിന് ഇത് മൊപ്പിച്ചാ മതി. അധികം കഴിക്കുന്നത് നല്ലതല്ല, ഒരു പോതിക്ക് കഴിക്കുക. എനിക്ക് വേണ്ട. അല്ലെങ്കിലും
ഇത് കഴിക്കാൻ തോന്നുള്ളേ. അല്ല, ഒരു പൂതിക്ക് ഒരു രസത്തിന് കഴിക്കുക. ചേഞ്ച് ഹോട്ടലിൽ പോയിട്ട് തൃശ്ശൂർ പോയി കഴിക്കണ്ടെന്ന് വെച്ചിട്ട് ഇത് ഇവിടെ ചെയ്യണത്. പിന്നെ നിങ്ങൾക്ക് കാണാനല്ലോ. നമ്മുടെ പാത്രം ചൂടായി. അപ്പോൾ നമ്മൾ ഇതിലത്തെ ഓയിൽ തന്നെ ഇത്തിരി ഒഴിക്കണം കേട്ടോ. എന്താ പറയുക, മുക്കി വറക്കാനുള്ള മതി മതി, പേരിന് വറുത്താൽ മതിയില്ലേ? നമ്മൾ മീൻ വറക്കണ പോലെ. ആ ഇതാടാ ചിക്കൻ ഈ ഇതിലേക്ക് ഇടാമോ? അയ്യോ എന്താ പൊട്ടണോ? ഇതിൽ ചിക്കനത്തെ വെള്ള ആയിരിക്കും. അതിങ്ങനെ വേറെ വേറെ അത് വേറെയാക്കാം. അത് എങ്ങനെയും ഇത് വറുത്ത് പോരുന്ന ചേട്ടൻ വേണമെങ്കിൽ അധികം ഉണ്ടെങ്കിൽ കഴിച്ചോ. കാരണം ഇത് ഈ ഫ്രൈസിലേക്ക് ഉള്ളതല്ല, ഇതിൽ കൂടുതലുണ്ട്. അല്ല, ഇത് ഒറ്റ ട്രിപ്പ് വറക്കാം. അല്ല എല്ലാം ആ എല്ലാം ചുരുങ്ങും. ഓക്കെ, മണ കൂടെ ഇത് വേണമെങ്കിൽ ഓണാക്കാൻ. പക്ഷെ ഭയങ്കര സൗണ്ടാണ്. അതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാം. അല്ലാട്ടോ കേട്ടോ, ഒക്കെ വേറിട്ട് തന്നെ കിടന്നോളൂ. 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിരുന്നു കേട്ടോ. മറിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിക്കാം ഫുള്ളായിട്ട്. ഒരു പൊടി പോലും ഓയിലിലേക്ക് ആവണില്ല കേട്ടോ. ഒക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഈ ലോഡഡ് ഫ്രൈസിൽ ഇത്രയ്ക്ക് ചിക്കൻ ഒന്നും ഉണ്ടാവില്ല ചേട്ടാ. ഇതിപ്പോൾ ലോഡുണ്ട് ഈ കുറച്ച് സാധനത്തിലേക്ക്. ലോഡുണ്ടാവും, അതുകൊണ്ടല്ലേ ലോഡഡ് ഫ്രൈസ് പേര്. ചിക്കൻ ഇത്രക്കിൻ്റെ ഉണ്ടാവാ, പക്ഷെ ഫ്രൈ കുറഞ്ഞു പോയിന്ന് മാത്രം. ഫ്രൈസ് കുറച്ചും കൂടി കുറേയും കൂടി വേണമായിരുന്നു. അത്ര മതി. ഇതിലേക്ക് ഗാർലിക് മയണൈസ് വേണം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഒരു മുട്ടയുടെ വെള്ള എടുക്കുന്നു. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ടു, ഒരു നുള്ളു പഞ്ചസാര, ഒരു നുള്ളുപ്പ്, കുറച്ച് വിനാഗിരി. നമ്മൾ ഹെൽത്തി മയോണൈസ് ഒക്കെ ഉണ്ടാക്കും. അധികം ഇല്ലത് കുറച്ചുള്ളൂ. ഹെൽത്തി മയോണൈസ് ഉണ്ടാക്കുന്ന ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, മുട്ട പുഴുങ്ങിയിട്ടേ. ഇപ്പോൾ പിന്നെ കംപ്ലീറ്റ് ആൻഡ് ഹെൽത്തി സാധനമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയിരിക്കും ഇപ്പോൾ ഈ മയോണൈസ് മാത്രമായിട്ട് ഹെൽത്തി ആക്കണ്ടല്ലോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വീണ്ടും അടിക്കാം. കുറച്ചൊന്നും മൊരിയണം, നല്ല രസം ഉണ്ടാവുള്ളൂ അല്ലേ? പതപതാനെ പാടില്ല. കുറച്ച് കട്ടി കൂടി, ഓയിൽ ഇത്തിരി കൂടി തോന്നുന്നു. കുഴപ്പമില്ല, കുറച്ചും കൂടി മൊയ്യാണ് കേട്ടാ. അപ്പോൾ അത് ടേസ്റ്റ് കൂടുന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഇത് ഫ്രൈ ആയിട്ടാ. നമുക്കത് കോരി നമുക്ക് മാറ്റാം. ഇത് തന്നെ ആയിരിക്കും ഏറ്റവും ടേസ്റ്റ് കേട്ടാ. കോരിയെടുത്തു. ഇനി അടുത്ത പരിപാടി എന്നിട്ടാ സരിത. ഇനി ഇത് കളയാല്ലേ? ഈ ഓയിൽ കളഞ്ഞോ? അതിൽ നീ ഉണ്ടാക്കാൻ പോലെ. ഇനി ബട്ടറിലാണ് ഒരു സോസ് ഉണ്ടാക്കണം, ഒരു വൈറ്റ് സോസ്. അപ്പൊ ഇത് കളഞ്ഞോ? ഇത് വെടുപ്പാക്കി കഴിയും. ഇതുണ്ണി പാത്രം ചൂടായിട്ട് അതിൽ ബട്ടർ ഇടണം ഒരു പീസ്. ഈ ബട്ടർ മെൽറ്റായി. അതിലേക്ക് ഒരു സ്പൂൺ മൈദ, ഒരു ടേബിൾ സ്പൂണാണ്. കുറച്ചും കൂടി ഇടേണ്ടി വരും. റെഡി. എവിടെ സാധനം ഇല്ല, ഇടാറായിട്ടില്ല. നല്ല കളർ വരണ, ബ്രൗൺ കളർ വരണ. അങ്ങനെ കളറൊന്നും വരണ്ട, എന്നാലൊന്നും റോസ്റ്റ് ആവും. കളർ വന്ന് തുടങ്ങിയില്ലേ? അപ്പോൾ മൈദ ഇതിൽ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പാലൊഴിക്കുന്നു. ഒരു 3/4 കപ്പ്. ഒരു കപ്പ് മുഴുവൻ എടുത്തിട്ടില്ല. പാലിലാണ് പരിപാടി. കട്ടി ചെയ്യണം, തിളക്കണ. ഇത് കുറുകണം. ഇതിലേക്ക് അത്രയ്ക്ക് തന്നെ വെള്ളം ഒഴിക്കണം. മോലല്ലേ പറഞ്ഞ പോലെ, ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഇത്തിരി വെള്ളം ചേർക്കാം. വെള്ളമല്ല, അത്രയ്ക്ക് വെള്ളം തന്നെ ചേർക്കണം. ഇത് നല്ല സോസ് ആവണം. തിളച്ചോട്ടാ, തിളച്ചു. ഇനി അതൊന്ന് കുറുകണം. കുറുകി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി. ഇതിരി കൂടുതലുണ്ടല്ലേ? ഇത് കൂടുതലാ, ഇത്രയ്ക്ക് ഉണ്ടാക്കണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് കുറച്ചല്ലേ ഉള്ളോ? അപ്പൊ നമുക്ക് കുഴപ്പമില്ല. ബാക്കിയുള്ളത് നമ്മുടെ ഒപ്പം തന്നെ ഇതിൽ
ആവശ്യത്തിൽ എടുത്തിട്ടേ ബാക്കിൽ നമുക്ക് ഇമ്രാൻ ചാർലി കൊടുക്കാം, ആരോടും പറയണ്ട. അവർക്ക് ഭയങ്കര ഇഷ്ടാവും ചീസും ഇതൊക്കെ ഇട്ട്. ചീസും പാലും. ഇനി ചീസ് ഇട്ടോ. ആ ഇതാടാ, ഇനി നമ്മൾ ചീസിൻ്റെ ഷീറ്റുകളില്ലേ, അതാണ് കേട്ടോ. അത് ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇടണം കേട്ടോ. അതെ 1 അയ്യോ പൊട്ടി ഇല്ല, കുഴപ്പമില്ല, പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. 2 3 4. എന്താ അതിൽ കൂടുതലായി എന്നാണ് പറയുന്നത് അമ്മ. ഇത്രയ്ക്ക് വേണ്ട. അപ്പൊ ഇത് ആവശ്യത്തിനുള്ള തിക്കായി. അപ്പൊ ഇത് തീ ഓഫ് ചെയ്തു കേട്ടാ. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാട്ടാ. പാൽ നല്ല പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടു. പിന്നെ അതിലേക്ക് ഇത്തിരി ഉപ്പ്, അയ്യോ കുറച്ച് ഉപ്പ് വിതറി, കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ചു, സബോള കൊത്തിയരിഞ്ഞതിട്ടു, തക്കാളി ചെറുതായിട്ട് നുറുക്കിയതിട്ടു. ചിക്കൻ എപ്പോഴാണത്? ചിക്കൻ ഇടും. എന്നിട്ട് നമ്മളിങ്ങനെ ചിക്കൻ ഇടാം. ചിക്കൻ മുഴുവൻ ഇടണ. ചിക്കൻ അധികമായി. കുഴപ്പമില്ല, ഞാനാക്കാം. മിക്സ് ആക്കുന്നു. ഇനി ഇതിലേക്ക് ക്രീം ഇപ്പോഴും ഒഴിക്കും. ഒഴിക്കും. എന്തോരം ഒഴിക്കും? ഇത് കുറച്ച് ഒഴിച്ചാൽ മതി അല്ലേ? ആവശ്യത്തിന് ഒഴിച്ചോ. ക്രീം ഒഴിക്കണം കേട്ടോ. നമ്മുടെ വലിയ ചൂടില്ലേ, അത്രയും വെക്കണല്ലോ. പോരെ തിരുടാക്ക്. അതിനൊരു ടേസ്റ്റ് കൊടുക്കാനുള്ള സാധനമാണിത്. ഇനി എന്തൊരു ചെയ്യണ്ടേ? ഇനി മിക്സ് ചെയ്യണം. ഇനി ഇതോടെ കയ്യിലോണ്ടല്ലക്കണ, ഇതോണ്ടാക്കണ. അതോടെ മിക്സ് ചെയ്തോ. അതുകൊണ്ട് മിക്സ് ചെയ്യാം. ഒന്നും ഇവിടെ ബാക്കിയിൽ ഇടാൻ മറന്നിട്ട് അതൊക്കെ ഇട്ടു. തക്കാളി സബോളയൊക്കെ ഇട്ടു. മയോണൈസും ഇതും ഇതിന്റെ മേലെ. അത് വറ്റേ അത് പ്ലേറ്റിലേക്ക് ആക്കിട്ടാക്കാ. അല്ല അതിലിട്ടിട്ടാക്കി പോരെ. ഇത് പോരാ. ഒഴിച്ചോളൂ. ഇതുണ്ടല്ലോ, സാധനം ഉണ്ടല്ലോ. അതന്നെ പിശുക്ക് കാണിക്കണ്ട. മതി. ഇനി പ്ലേറ്റ് എടുക്ക്, അതിലേക്ക് ചെരിയും. നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു പ്ലേറ്റ് ഇവിടെ വെച്ചു. ആ പ്ലേറ്റിലേക്ക് നമ്മളിത് കൊണ്ട് ചെരിയാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് കണ്ടിട്ട് ഞാൻ ഭംഗിയിലേക്ക് മറയ്ക്കാം തോന്നുന്നു. അയ്യോ ഇത് കുറച്ച് പറ്റി പിടിച്ചു. ഇതില് മറ്റേ സാധനം കുറവാട്ടാ തരുത. കുഴപ്പമില്ല. അല്ല ക്രീമാണോ? മയോണൈസ് ഇടണം, കെച്ചപ്പ് വെക്കണം. ഇത്ര മതി. ഇപ്പൊ നമ്മുടെ ചില്ല് പൊട്ടി ഇതൊക്കെ തവിട് പൊടിയല്ലേ ആക്കിയിട്ടാ. ഇനി അടുത്ത പരിപാടി നിങ്ങൾ ചെയ്തോ. അതല്ല, മയോണൈസ് ഒക്കെ അതിൽ കാണിക്കണത് ഇങ്ങനെ ഇതുപോലത്തെ സാധനത്തിലാക്കിട്ടേ ഇങ്ങനെ 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 ആക്കാ ചെയ്യാ. അത് ഞാൻ ആക്കണ അല്ല, ഇതാക്കിക്കുവാണെങ്കിൽ. പക്ഷെ ഇതൊന്നിട്ട് ചെയ്യാ. ഇത് നമ്മള് മിക്സിയിലല്ലേ ഇരിക്കണേ. അതുപോലെ ആവില്ല. ഇതാണെങ്കിൽ മറ്റേ ഓയിൽ ഇത്തിരി കൂടുതൽ, അത് കാരണം കൊണ്ട് കട്ടയിട്ടിരിക്കണം. ആക്കിയൂടെ മയോണൈസ്? ആക്കിക്കോ. ചേട്ടാ മയോണൈസ് എടുത്തിട്ട് നമ്മള് വീട്ടിലാക്കുമ്പോ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവും ചേട്ടാ, കുറ്റം പറയരുത്. പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഓരോന്നിനും പറഞ്ഞോളൂ. മതിയില്ലേ? ഇത്രയ്ക്ക് ആക്കിട്ടാ. ഇനി നമ്മള് ടൊമാറ്റോ കെച്ചപ്പ് കേട്ടാ. ഇതാണ് മതി. അല്ല അതിന് ഭംഗിയാക്കണ്ട. ഓ നല്ല രസമുണ്ട് കാണിക്കാനായിട്ടേ. മതി ചേട്ടാ. അധികല്ലേ? ഇനി നമ്മൾ മല്ലിയിലെന്ന് കുറച്ച് അരിഞ്ഞത് വെറുണ്ട്. മല്ലിയില ആവശ്യമില്ല, പക്ഷെ നമ്മള് അങ്ങനെ ആക്കുന്നുണ്ട്. സബോള സബോള സാധനം ഭംഗിയിട്ട് കാണാനായിട്ട് ടേസ്റ്റ് ഉണ്ടോ ദൈവത്തിനറിയാം. ടേസ്റ്റ് ഉണ്ടാവും. കഴിഞ്ഞില്ലേ പരിപാടി? കഴിച്ചോ? നമ്മള് മോശമാക്കിയില്ല. ലോഡഡ് ഫ്രൈസ് കഴിക്കാം. ഇവിടെ നിന്നിട്ട് തന്നെ കഴിക്കാം. സ്പൂൺ എടുക്ക്. ഓക്കേ. അങ്ങനെ കഴിക്കാൻ കേട്ടാ. കഴിച്ചോളിക്കോ. ഞാൻ കഴിക്കാൻ നോക്കണ്ട. ഞാൻ നിങ്ങളുടെ വായിക്ക് ഇത് വെച്ച് തരൂല. ഫസ്റ്റ് അതാ ചിക്കൻ മാത്രം അവിടെ കഴിച്ചതും ടേസ്റ്റാ. ആണോ? നീ എന്നിട്ട് തേങ്ങി നോക്കിയാണ്? അല്ല, എനിക്കിത് കഴിക്കാൻ തോന്നുന്നുള്ളേ. ഒരു വിശപ്പൂല, വയറ് ഒരു ഭയങ്കര കനം വെച്ചിരിക്കണം. വേഗം തന്നെ പറഞ്ഞു. ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ട, ഇത് മതി, സ്പൂൺ മതി.
ഒരു ചിക്കൻ പീസും ഒരു ഇതും മതി. നല്ല രസമുണ്ട് കേട്ടോ. നോക്കിയോട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാട്ടാ. കുഴപ്പമില്ല, രസമുണ്ടല്ലേ. അവിടെ കഴിച്ച ടേസ്റ്റ് അല്ല പറഞ്ഞ പോലെ, ഇത് വേറെ ടേസ്റ്റാണ്. അങ്ങനെ പലരും ഉണ്ടാക്കണം പല വിധത്തിലാ. സോസും കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവും. ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടപ്പോൾ പലരും പല പോലെ ഉണ്ടാക്കണേ. മൊസറോള ചീസൊക്കെ ഇട്ടുണ്ട് ചിലവര്. അടിപൊളിയാട്ടാ. ചീസ് സോസ് ഒക്കെ ഉണ്ടാക്കണതിൽ വ്യത്യാസമുണ്ട്. ഈ സാധനം ഇതും കൂടി ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ പണിയാ അല്ലേ? പൊട്ടാറ്റോ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസും കൂടി. അത് നമ്മള് ഫ്രോസൺ വാങ്ങിച്ചിട്ട് നമ്മള് പറക്കാണെ വലിയ പണിയില്ല അല്ലേ? വേഗം കഴിയും. ശരി, അപ്പൊ അടിപൊളി സാധനം കേട്ടോ. അപ്പൊ നിങ്ങളൊന്നും ഉണ്ടാക്കി വെക്കുവോ പിള്ളേർക്ക്? ഇനി 2 ദിവസം കഴിയുമ്പോഴോ ഇത് കഴിക്കാൻ തോന്നാം. അപ്പൊ ഭയങ്കര ഇത് തോന്നും. എന്നിട്ട് പറയാ നഷ്ടബോധം തോന്നിയിട്ട് ഇതിലിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവുമ്പോ വീട്ടില് കൊറേ ടൈപ്പ് ഭക്ഷണമൊക്കെ ഉണ്ടാവുമ്പോഴില്ലേ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ചേട്ടൻ എന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നതാണ്. 2 ദിവസം കഴിയുമ്പോ ഒരു ഭയങ്കര വിഷമമാണ്. അപ്പൊ കഴിക്കാൻ തോന്നും. അടിപൊളി സാധനം വല്ലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം നിർത്താം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. ദീപർന്ന് ഈ സൈഡ് മുഴുവൻ നിതിനാട്ടാ.